ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെം ഹിസ്റ്ററിയുടെ എക്സാം ബേസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ എഴുതി അറിയിക്കുക. പെയ്ഡ് നോട്ട്സ്, പെയ്ഡ് അസൈൻമെൻറ്റ്സ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ആ പേരൊക്കെ വാട്സപ്പിൽ അറിയിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിലെ എക്സാം സെക്കൻഡ് സെമ്മിൻ്റെ ഹിസ്റ്ററിയിൽ എക്സാം അടുപ്പിച്ച് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ നിങ്ങൾ നോട്ടായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാവും, നിങ്ങളത് നോക്കി പഠിച്ചാൽ മതി. നോക്കാം, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് മെഹർഗർ എന്ന നിയോലിത്തിക് കോണ്ടെക്സ്റ്റ്? എങ്ങനെയാണ്? വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് മെഹർഗർ ഇൻ ദ നിയോലിത്തിക് കോണ്ടെക്സ്റ്റ്? അതായത് നിയോലിത്തിക് പശ്ചാത്തലത്തിൽ മെഹർഗറിൻ്റെ പ്രാധാന്യം എന്താണ്? 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാനിത് കണ്ടിട്ടുണ്ട്. അതാണ് 2 മാർക്കിൻ്റെ ഈ ക്വസ്റ്റ്യൻ പറയാനുള്ള കാരണം. അതിൻ്റെ ആൻസർ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കാച്ചി സമതലത്തിൽ ബോലാൻ നദീതീരത്താണ് ഈ ബലൂചിസ്ഥാൻ്റെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നാണത്, അങ്ങനെ ആ പേരിലാണ് അത് അറിയപ്പെടുന്നത്. എങ്ങനെയാണ്? ബലൂചിസ്ഥാൻ്റെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്നും അറിയപ്പെടുന്ന മെഹർഗഡ് സ്ഥിതി ചെയ്യുന്നത്. പുരാവസ്തു പഠനങ്ങൾ ഈ പ്രദേശത്ത് കണ്ടെത്തിയ ഏറ്റവും വലിയ നിയോലിത്തിക് സെറ്റിൽമെൻ്റ് ആയിട്ട് ഇതിനെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഇതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഗോതമ്പായിരുന്നു ഈ പ്രദേശത്തെ മികച്ച വിള. പ്രതികൂല കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഈ പ്രദേശത്തെ വാസയോഗ്യമല്ലാതാക്കി. അതുകൊണ്ട് ഇടയ നാടോടികളും കർഷകരും ഈ പർവ്വത പ്രദേശത്ത് നിന്ന് നദീതീരങ്ങളിലേക്ക് മാറി താമസിച്ചു. അപ്പോൾ അതാണ് ഒന്നാമത് ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന് അറിയപ്പെടുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ അതിൻ്റെ പ്രതികൂല കാലാവസ്ഥയുമാണ് അതിൽ കാര്യമായിട്ട് വരുന്നത്. അത് അറിയാനും നമ്മൾ അറിഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനുമാണ് ആ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സൈറ്റ് ഭീംബേദ്ക ഇൻ പ്രീ ഹിസ്റ്ററി? ചരിത്രാതീത കാലത്തെ ഭീംബേദ്ക സൈറ്റിൻ്റെ പ്രാധാന്യം എന്താണ്? ആൻസർ, ഭീംബേദ്കയിലെ മധ്യശിലായുഗ ചിത്രകലയും കൊത്തുപണികളുമുള്ള അസ്ഥിവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് അസ്ഥികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. 642 റോക്ക് ഷെൽട്ടറുകളുള്ള ഈ റോക്ക് ആർട്ട് സൈറ്റ് അവയിൽ 400 എണ്ണവും ചിത്രങ്ങളാലും കൊത്തുപണികളാലും സമ്പന്നമായവയാണ്. ഭീംബേദ്ക ചിത്രങ്ങളിൽ 29 ഇനം മൃഗങ്ങളെ ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷികൾ, മത്സ്യം, ഞണ്ട്, തവളകൾ, പല്ലികൾ എന്നിവയും ഈ ചിത്രങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. ഭീംബേദ്കയിൽ കണ്ടെത്തിയ ഓഡിറ്റോറിയം ഗുഹ, അതായത് ഓഡിറ്റോറിയം രൂപത്തിലുള്ള ഗുഹ എന്ന ഗുഹ 3, ഗുഹ 3 എന്നാണ് പറയുക കേട്ടോ. F24 താഴത്തും അതുപോലെ മധ്യകാലവുമായ പാലിയോലിത്തിക് യുഗത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടാണ് നിരീക്ഷകർ കണക്കാക്കുന്നത്. അവിടുത്തെ ചിത്രങ്ങളും കൊത്തുപണികളും ഗുഹ ഓഡിറ്റോറിയമാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. ഇനി വാട്ട് ഈസ് ദ ലെവൽ ലോയിസ് ടെക്നിക്ക്? എന്താണ് ലെവൽ ലോയിസ് ടെക്നിക്ക് എന്ന് പറയുന്നത്? മധ്യശിലായുഗത്തിൽ അല്ലെങ്കിൽ മധ്യ പാലിയോലിത്തിക് ആളുകൾ ശിലോപകരണങ്ങളും മൃഗങ്ങളുടെ എല്ലുകളും കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേക സവിശേഷതയാണ് അസംസ്കൃത വ്യവസായം. ലെവൽ ലോയിസ് എന്ന് അറിയപ്പെടുന്ന ഒരു തന്ത്രം ഉപയോഗിച്ചവർ ഫ്ലാഗ് ടൂളുകൾ നിർമ്മിച്ചിരുന്നു എന്നത്. ഈ ഫ്ലാഗ് ടൂളുകളുടെ നിർമ്മാണങ്ങളുടെ ഒരു ടെക്സിക്കാണ് ലെവൽ ലോയിസ് ടെക്സിക് അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ടെക്നിക്ക് എന്ന് പറയുന്നത് എന്താണ്? ലെവൽ ലോയിസ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഈ അസംസ്കൃത വ്യവസായത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം ഫ്ലാഗ് ടൂളുകളുടെ ടെക്നിക്കാണ് ലെവൽ ലോയിസ് ടെക്നിക്ക് എന്ന് അറിയപ്പെടുന്നത്. ഇനി 5 മാർക്കിന് ക്വസ്റ്റ്യൻസിന് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ പാലിയോലിത്തിക് ഏജ്. പാലിയോലിത്തിക് യുഗത്തെക്കുറിച്ചൊരു കുറിപ്പ് എഴുതുക എന്ന്. പാലിയോലിത്തിക് യുഗം BC 1800 വരെ നീണ്ടു കിടക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ പാലിയോലിത്തിക് മനുഷ്യരുടെ പ്രാഥമിക ഉപജീവന മാർഗമായിരുന്നു വേട്ടയാടൽ. ഉപയോഗിച്ച് ശിലായുഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ തരംതിരിച്ചിട്ടുണ്ട്. കാലാവസ്ഥയും അനുസരിച്ച് ഇവയെ തരംതിരിച്ചിട്ടുണ്ട്. ഇത് 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. താഴെ പാലിയോലിത്തിക് യുഗം അഥവാ ആദ്യ ശിലായുഗം, മധ്യ പാലിയോലിത്തിക് യുഗം അഥവാ മധ്യശിലായുഗം, ഉയർന്ന പാലിയോലിത്തിക് യുഗം അഥവാ പിൽക്കാല ശിലായുഗം എന്നിവയാണ് ആ 3 ഘട്ടങ്ങൾ. ആദ്യ ശിലായുഗം ഏകദേശം 2 ദശലക്ഷത്തിനും 1 ലക്ഷം വർഷങ്ങൾക്കും ഇടയിലാണ്. അതുപോലെ രണ്ടാമത് പ്ലീസ്റ്റോസ്റ്റീൻ ഉൾപ്പെടുന്ന രണ്ടാമത്തെ ഘട്ടം ആ കാലഘട്ടത്തെ കാലാവസ്ഥ ഈർപ്പം കുറവായത്ത ഒരു കാലാവസ്ഥയുള്ള ഘട്ടമാണ്. ഇവർ പ്രാഥമികമായിട്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ ക്ലീവറുകൾ, അതുപോലെ കൈക്കോടാലി, ചുറ്റിക, കല്ലുകൾ, പെബിൾ ഉപകരണങ്ങൾ എന്നിവയാണ്. മധ്യശിലായുഗം 1 ലക്ഷം മുതൽ 40,000 വർഷങ്ങൾക്ക് മുമ്പ് മധ്യ പ്ലീസ്റ്റോസ്റ്റീൻ കാലഘട്ടത്തിൽ ആയിരുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. ഇതിനിടയിൽ ശിലാ ഉപകരണങ്ങളുടെ ആകൃതിയും വലിപ്പവും ചെറുതും ഭാരം കുറഞ്ഞതുമായിട്ട് മാറി. അതായത് വലിയ പരുക്കൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ള സ്മൂത്തായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി.
മധ്യ പാലിയോലിത്തിക് ആളുകൾ ശിലോപകരണങ്ങളും മൃഗങ്ങളുടെ എല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളും വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേക സവിശേഷത അസംസ്കൃത വ്യവസായമാണ്. പിൽക്കാല ശിലായുഗം ഉന്നത പ്ലീസ്റ്റോസീൻ ഭൂമിശാസ്ത്ര യുഗത്തിലേതാണെന്നാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അതായത് ഏകദേശം 40,000 മുതൽ 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. ഈ യുഗത്തിലെ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ കാലാവസ്ഥ ഈർപ്പം കുറഞ്ഞതും താരതമ്യേന ചൂടുള്ളതുമായിട്ട് മാറി. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഈ കാലഘട്ടത്തിലാണ് ആധുനിക മനുഷ്യർ സാപ്പിയൻസ് പറയില്ലേ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിലെ ചില ശ്രദ്ധേയമായ സവിശേഷതകൾ ഫ്ലിൻറ്റ് ഇൻഡസ്ട്രീസ്, സമാന്തര വശങ്ങളുള്ള ബ്ലേഡുകൾ, അതുപോലെ അടരുകളിൽ നിർമ്മിച്ചിട്ടുള്ള ബ്യൂറിയനുകൾ എന്ന് പറഞ്ഞാൽ ശവകുടീരങ്ങൾ, ഇതൊക്കെയാണ് ഇതിൻ്റെ കാലഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷതകൾ. ഇനി റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ നിയോലിത്തിക് റവല്യൂഷൻ, നവീന ശിലായുഗ വിപ്ലവത്തെക്കുറിച്ചൊരു കുറിപ്പ് എഴുതുക എന്നാണ്. ശിലോപകരണങ്ങളുടെ സൂക്ഷ്മതയും ഭക്ഷ്യോൽപാദനവും കൊണ്ട് ശ്രദ്ധേയമായ നവീന ശിലായുഗം ഇവരുടെ ഉപകരണങ്ങളുടെ ഘടന അവരുടെ ഉപജീവന മാറ്റത്തിൻ്റെ ഒരു പ്രധാന പ്രതിഫലനമായിരുന്നു. ചരിത്രാതീതനായ അല്ലെങ്കിൽ ചരിത്രകാരനായ ഗോർഡൻ ചൈൽഡും ഒരു ഓസ്ട്രേലിയൻ ആർക്കിയോളജിസ്റ്റും ഈ ഘട്ടത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു. പ്ലീസ്റ്റോസീൻ യുഗത്തിൻ്റെ അന്ത്യത്തിലാണ് ഈ മാറ്റം ഉണ്ടായതെന്ന് 1952 ചൈൽഡ് തിരിച്ചറിഞ്ഞു. ഈ ഘട്ടത്തിൽ അവരുടെ ഉപജീവന തന്ത്രത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള പശ്ചിമേഷ്യയിലെ വരണ്ട കാലാവസ്ഥയെ ജലാശയങ്ങളിലുള്ള മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചലനാത്മകതയുമായിട്ട് ഈ പ്രദേശത്ത് ചുറ്റുമുള്ള അവരുടെ താമസ സ്ഥലവും അദ്ദേഹം ബന്ധിപ്പിച്ചു. മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും തമ്മിലുള്ള അടുത്ത ബന്ധത്തിൻ്റെ കാരണങ്ങളിൽ ഒന്നായിട്ട് അത് അദ്ദേഹം അനുമാനിച്ചു. ക്രമേണ അത് കാർഷിക സമ്പ്രദായത്തിൻ്റെ തുടക്കത്തിന് വഴിയൊരുക്കി. പക്ഷേ പല ചരിത്രകാരന്മാരും കൃഷിയിലേക്കുള്ള മാറ്റത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ചരിത്രാതീത നിയോലിത്തിക് വിപ്ലവം എന്ന പദം ഉപയോഗിച്ചതിനെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. വിപ്ലവം എന്നതിലുപരി പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ കണക്കാക്കണം എന്നാണ് അവരുടെ വാദം. കാരണം ഇത് പെട്ടെന്നുള്ള ക്ഷണികമായ മാറ്റമല്ല എങ്കിലും പിൽക്കാലത്തെ കൃഷി മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു എന്നവർ അംഗീകരിക്കുന്നുമുണ്ട്. ഇനി റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ മെസോലിത്തിക് ആർട്ട്, മധ്യശിലായുഗ കലയെക്കുറിച്ചൊരു കുറിപ്പ് എഴുതുക എന്നാണ്. 1957 പുരാവസ്തു ഗവേഷകനായ VS വാഗാങ്കർ കണ്ടെത്തിയ മധ്യപ്രദേശിലെ ഭീംബേദ്കയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഭീംബേദ്ക അല്ലേ, മധ്യശിലായുഗ ചിത്രകലയുടെ കൊത്തുപണികളുള്ള അസ്ഥിവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങൾ അതേപോലെ 642 റോക്ക് ഷെൽട്ടറുകൾ ഈ റോക്ക് ആർട്ട് സൈറ്റിൽ അവയിൽ 400 എണ്ണവും ചിത്രങ്ങളാലും കൊത്തുപണികളാലും സമ്പന്നമായതാണ്. 29 ഐറ്റം മൃഗങ്ങളെ അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ഒക്കെ നേരത്തെ പറഞ്ഞത് തന്നെ, അതും കൂടി ഇതിൽ ചേർത്ത് എഴുതണം. മധ്യപ്രദേശിലെ ഗർവാട്ട്, കദോട്ടിയ, ജോറ, അതുപോലെ ലഗജോർ എന്നിവിടങ്ങളിൽ മധ്യശിലായുഗ ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. രാജസ്ഥാനിലെ ചന്ദ്രാവതിയിൽ നിന്ന് ജെർട്ട് റോറയിലെ ഒരു കൊത്തുപണിയും അതുപോലെ മൈക്രോലിത്തുകളും കണ്ടെടുത്തിട്ടുണ്ട്. മധ്യശിലായുഗത്തിൽ വേട്ടക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആഭരണങ്ങൾ, അതുപോലെ ആഭരണങ്ങൾ അണിഞ്ഞിട്ട് ഉപകരണങ്ങൾ വഹിച്ച് നായയുമായിട്ട് പോകുന്ന ധാരാളം ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഉപകരണങ്ങൾ കയ്യിലേന്തിയിട്ട് നായയെ വലിച്ചുകൊണ്ട് പോകുന്ന രൂപത്തിലുള്ള കൊത്തുപണികൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ആ രീതിയിൽ ആണ് നായാട്ടിന് പോയിരുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണത് നൽകുന്നത്. അതുപോലെ തന്നെ തൊഴിൽ വിഭജനം ഈ കാലഘട്ടത്തിൽ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ചില മെസോലിത്തിക് കലകളിൽ നൃത്തത്തിൻ്റെയും അതുപോലെ ലൈംഗിക പ്രവർത്തനത്തിൻ്റെയും ഒക്കെ സൂചനകളും ചിത്രീകരണങ്ങളും കാണപ്പെടുന്നുണ്ട്. പുരാവസ്തു ഗവേഷകനായ SCL കാർലൈൽ ഉത്തർപ്രദേശിലെ കൈമൂർ മലനിരകളിലെ സൊഹാഗി കെട്ടിൽ മധ്യശിലായുഗത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് പെയിൻറ്റിങ് കണ്ടെത്തിയതായിട്ടും പറയപ്പെടുന്നു. ഏതാണ്ട് 150 റോക്ക് ആർട്ട് സൈറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. 12 റോക്ക് ഷർട്ടുകളുടെ റോക്ക് പെയിൻറ്റിങ് വളരെ കളർഫുൾ ആയിട്ടുള്ളതും എന്നാൽ പലതും തേഞ്ഞു മാഞ്ഞു പോയതുമായിട്ടും കാണാൻ സാധിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഗുഹകളിൽ നമ്മൾ അറിയാലോ, ഏതാണ് നമ്മുടെ എടക്കൽ ഗുഹ പോലെയുള്ള ഗുഹകളിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഈ കാലഘട്ടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതൊക്കെ ഈ പറഞ്ഞ കാലഘട്ടത്തിലേ തന്നെ. അപ്പോൾ അതൊക്കെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് എഴുതാൻ പറ്റും കേട്ടോ. ഇനി 5 മാർക്കിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യനാണ്. റൈറ്റ് എ നോട്ട് ഓൺ ചാൽക്കോലിത്തിക് സൈറ്റ്സ്. ചാൽക്കോലിത്തിക് എന്നും കാണുന്നുണ്ട്, കാൽക്കോലിത്തിക് എന്നും കാണുന്നുണ്ട് ചരിത്രത്തിൽ കേട്ടോ. ശരിക്കും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ചാൽക്കോലിത്തിക് എന്ന് തന്നെയാണ്. ചാൽക്കോലിത്തിക് സൈറ്റുകളെക്കുറിച്ചൊരു കുറിപ്പെഴുതുക എന്നാണ്. ഇന്ത്യയിലെ ചാൽക്കോലിത്തിക് പ്രദേശങ്ങൾ തെക്ക് കിഴക്കൻ രാജസ്ഥാൻ, മധ്യപ്രദേശിൻ്റെയും അതുപോലെ മഹാരാഷ്ട്രയുടെയും പടിഞ്ഞാറൻ ഭാഗങ്ങൾ, ഇന്ത്യയുടെ തെക്ക് കിഴക്ക് ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. രാജസ്ഥാനിലെ ബനാസ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ അഹാറും ഗിലുണ്ടും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്.
ചാൽക്കോലിത്തിക് സംസ്കാരങ്ങളിലെ അഹാർ അല്ലെങ്കിൽ ബനാസ് സംസ്കാരമാണ് ഈ സൈറ്റുകളിൽ നിലനിന്നിരുന്നത്. പടിഞ്ഞാറൻ മധ്യപ്രദേശിൽ നിന്നും മാൾവ മേഖലയിൽ നിന്നോ കണ്ടെടുത്ത സ്ഥലങ്ങളാണ് കയത്ത, എറാൻ, അതുപോലെ മധ്യ പടിഞ്ഞാറൻ ഇന്ത്യയിലെ മാൾവ സംസ്കാരത്തിൻ്റെ മാൾവ വെയർ, അതായത് അതൊക്കെ മൺപാത്രങ്ങളുടെ, അതാണ് ഈ വെയർ എന്ന് പറയുന്നത് കേട്ടോ. വെയർ അടങ്ങിയിട്ടുണ്ട്. അത് ആ കാലഘട്ടത്തിലെ സെറാമിക് സംസ്കാരമാണെന്നാണ്, അല്ലെങ്കിൽ സെറാമിക് ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ ജോർവേ, നവാസ, ദൈമാബാദ്, ചന്ദോലി, പ്രകാശ്, നാസിക് തുടങ്ങിയ സ്ഥലങ്ങൾ ചാൽക്കോലിത്തിക് യുഗത്തിലേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിൽ ഈ സൈറ്റുകൾ ജോർവേ സംസ്കാരത്തിൻ്റെ കീഴിലായിരുന്നു. അഹമ്മദ്നഗർ ജില്ലയിലെ ജോർവേ എന്ന സൈറ്റിൻ്റെ പേരിലാണിത് അറിയപ്പെടുന്നത്. രാജസ്ഥാൻ, മാൾവ, മറ്റ് വടക്കൻ ഡക്കാന് എന്നിവ ചാൽക്കോലിത്തിക് ഘട്ടത്തിൽ സ്ഥിരതാമസമാക്കിയ ജീവിതത്തിൻ്റെ തെളിവുകൾ അവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. കിഴക്കൻ രാജസ്ഥാനിലെ ബംഗാൾ മധ്യയുഗത്തിൽ നിന്ന് ചാൽക്കോലിത്തിക് യുഗത്തിലേക്കും തുടർന്ന് ഇരുമ്പ് യുഗത്തിലേക്കും പരിവർത്തനത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്രയാണ് അതിൽ എഴുതേണ്ടത്. ഇനി ഡിസ്കസ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ചാൽക്കോലിത്തിക് പീരിയഡ്. ചാൽക്കോലിത്തിക് പീരിയഡിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? തെക്ക് കിഴക്കൻ രാജസ്ഥാൻ, പടിഞ്ഞാറൻ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ ചാൽക്കോലിത്തിക് ജനത മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിലും കൃഷിയിലുമാണ് ഏർപ്പെട്ടിരുന്നത്. എരുമകൾ, പശുക്കൾ, ചെമ്മരിയാട്, അതുപോലെ പന്നി, അതുപോലെ വേട്ടമാനുകൾ എന്നിവ ഇവരുടെ വളർത്തുമൃഗങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. ഈ സ്ഥലങ്ങളിൽ മറ്റു മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അവർ ബീഫും പന്നിയിറച്ചിയും കഴിക്കുകയും ഗോതമ്പ്, അരി, ബജ്ര എന്നിവ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ നവദോളി പോലുള്ള സ്ഥലങ്ങളിൽ പയർ, ഉഴുന്ന്, ചെറുപയർ, അതുപോലെ തുടങ്ങിയ പയർവർഗ്ഗങ്ങൾ കൃഷി ചെയ്തിരുന്നു. പരുത്തിയും ഇവർ കൃഷി ചെയ്തതായിട്ട് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. കിഴക്കൻ ചാൽക്കോലിത്തിക് ജനതയുടെ ഭക്ഷണമായിട്ട് മത്സ്യവും അരിയുമാണ് കണക്കാക്കുന്നത്. ചാൽക്കോലിത്തിക് ജനത വലിയ ചെമ്പ് പണിക്കാരും കൽപ്പണിക്കാരുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. ചെമ്പ് കൊണ്ട് നിർമ്മിച്ച നിരവധി ഉപകരണങ്ങളും ആയുധങ്ങളും വളകളും കണ്ടെത്തിയിട്ടുണ്ട്. മാൾവയിൽ നിന്നുള്ള 7 എന്താ പറയുക, മാൾവൻ സംസ്കാരം എന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. മാൾവയിൽ നിന്നുള്ള സ്പിൻഡിൽ എന്ന് പറയുന്ന സ്പിൻഡിൽ ചുഴികൾ ചാൽക്കോലിത്തിക് ജനങ്ങൾക്കിടയിൽ നൂൽ നൂൽക്കുന്നതിനും നെയ്ത്ത് ഒരു തൊഴിലായിട്ടുണ്ടായിരുന്നു എന്നതിനുമുള്ള തെളിവാണ്. അതുപോലെ കാർണയിലെ കോർട്ടക്സ്, ക്രിസ്റ്റ്യൻ സ്റ്റീറ്റ്സ് എന്നിവ അർദ്ധ വിലയേറിയ കല്ലുകളാണ് ആ കാലഘട്ടത്തിൽ. അതുപോലെ മഹാരാഷ്ട്രയിൽ നിന്ന് ഈ കുശവൻ്റെ ചക്രം എന്ന് പറയില്ലേ, അപ്പോൾ കുശവന്മാർ, അതായത് മൺപാത്രക്കാരുണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകളും കൊത്തുപണിക്കാരുടെ തെളിവുകൾ, കുമ്മായം നിർമ്മിക്കുന്നവരെക്കുറിച്ചുള്ള തെളിവുകൾ, അതുപോലെ സ്വർണ്ണപ്പണിക്കാർ, ടെറാക്കോട്ട കരകൗശല വിദഗ്ധർ എന്നിവരുടെയൊക്കെ തെളിവുകൾ, അതൊക്കെ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടുമ്പോൾ അങ്ങനെയുള്ള തൊഴിലാളികളൊക്കെ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകളും ലഭ്യമായിട്ടുണ്ട്. നിയോലിത്തിക് ജനതയേക്കാൾ കൂടുതൽ വിപുലമായ തോതിൽ ചാൽക്കോലിത്തിക് ജനത ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയതോടെ വലിയ ഗ്രാമങ്ങൾ രൂപപ്പെട്ടു എന്ന് RS ശർമ്മ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ചരിത്രകാരന്മാർ നിരീക്ഷിച്ച ശ്രദ്ധേയമായ ഒരു പ്രശ്നമാണ് കൂടുതൽ കുട്ടികളുടെ ശവസംസ്കാരം നടന്നു എന്നുള്ളത്. ആ സൈറ്റുകൾ നിരീക്ഷിച്ചപ്പോൾ കണ്ടതാണ്. അപ്പോൾ ഇതെന്താണ് സാധിപ്പിക്കുന്നത്? ശിശുമരണ നിരക്ക് ചാൽക്കോലിത്തിക് കാലഘട്ടത്തിൽ കൂടുതലായിരുന്നു എന്നതിൻ്റെ സൂചനയാണെന്നാണ് അവരുടെ നിഗമനം. അപ്പോൾ ഇനാങ്കാവിൽ കണ്ടെത്തിയ ടെറാക്കോട്ട പ്രതിമകൾ സ്ത്രീകളെ മാതൃദേവതകളായിട്ട് ആരാധിച്ചിരുന്നു. അത് ഏത് കാലഘട്ടത്തിലെ? ചാൽക്കോലിത്തിക് കാലഘട്ടത്തിൽ ആരാധിച്ചിരുന്നു എന്നതിൻ്റെ സൂചനയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. മാൾവയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമുള്ള ടെറാക്കോട്ട കാളകൾ മതപരമായ ആരാധനയിൽ ആ കാളകളെ ഉപയോഗിച്ചിരുന്നതിൻ്റെ തെളിവുകളായിട്ടും കണക്കാക്കുന്നുണ്ട്. അപ്പോൾ അവരെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരുടെ മതപരമായ കാര്യങ്ങൾ വന്നു, അതുപോലെ തന്നെ അവരുടെ വിശ്വാസങ്ങൾ വന്നു, അവരുടെ ഭക്ഷണ വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടി. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ആ ഒരു ആൻസറോട്. അപ്പോൾ അത് നമ്മളിപ്പോൾ പറഞ്ഞത് ഫസ്റ്റ് ബ്ലോക്കിൽ 2ാമത്തെ ഉണ്ട്. അതിൽ 5 മാർക്കിൻ്റെ എസ്സേ ആയിട്ടൊന്നും അതിലങ്ങനെ വരാനുള്ള സാധ്യത കാണുന്നില്ല കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി ഡിസ്കസ് സിഗ്നിഫിക്കൻറ്റ് സൈറ്റ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ നാഗരികതയിലെ പ്രധാന സ്ഥലങ്ങളെക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് ചർച്ച ചെയ്യുക എന്നാണ്. ഹാരപ്പൻ പ്രദേശങ്ങൾ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ മേഖല എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നുണ്ട്. സിന്ധു നദീതടത്തിൻ്റെ താഴ്വരയായ ലർക്കാന ജില്ലയിലാണ് മോഹൻജൊദാരോ സ്ഥിതി ചെയ്തിരുന്നത്. പാകിസ്ഥാനിലെ കോളിസ്ഥാൻ ഏറ്റവും കൂടുതൽ വാസസ്ഥലങ്ങൾ ഉണ്ടായിരുന്ന ഹാരപ്പൻ പ്രദേശമാണ്. അതുപോലെ തന്നെ ബനവാലി, കാളിബംഗന്, ധോളാവീര, ലോത്തൽ തുടങ്ങിയ ഹാരപ്പൻ നാഗരികതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ. അതിൽ തുറമുഖ നഗരമാണ് ലോത്തൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തുറമുഖ നഗരമാണ് ലോത്തൽ. ഇനി എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ വിത്ത് ദ കണ്ടംപററി സിവിലൈസേഷൻസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ സമകാലിക നാഗരികതയുമായിട്ട് ഹാരപ്പൻ നാഗരികതയുടെ ബന്ധം വിശദീകരിക്കുക എന്നാണ്. ഹാരപ്പൻ നാഗരികതയുടെ നഗര സ്വഭാവം രൂപപ്പെടുത്തുന്നതിൽ മെസപ്പൊട്ടോമിയയിലെ ഉറുക്ക് സംസ്കാരത്തിന് പങ്കുണ്ട് എന്ന് CH മക്കെ പറയുന്നുണ്ട്.
മെസപ്പൊട്ടോമിയയുമായിട്ട് ഹാരപ്പൻ ജനത വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നും പേർഷ്യൻ ഗൾഫ്, മെസപ്പൊട്ടോമിയ എന്നിവയുമായിട്ട് കടൽ വ്യാപാരവും ഇവർ നടത്തിയിരുന്നു എന്നും അതിന് അദ്ദേഹം തെളിവായിട്ട് സൂചിപ്പിക്കുന്നുമുണ്ട് കേട്ടോ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് കേട്ടോ, അത്രയും എഴുതാനുള്ളൂ. പിന്നെ വാട്ട് ഈസ് സെമിത്തേരി എച്ച് കൾച്ചർ? എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നൊരു ചോദ്യമാണ്. വാട്ട് ഈസ് സെമിത്തേരി എച്ച് കൾച്ചർ? എന്താണ് സെമിത്തേരി എച്ച് സംസ്കാരം എന്നാണ്. ഏകദേശം BC 1900-നും 1300-നും വരെ സിന്ധു നദീതട നാഗരികതയുടെ വടക്കു ഭാഗത്ത് ഇന്നത്തെ പാകിസ്ഥാനുള്ള പഞ്ചാബ് പ്രദേശത്തിലും ചുറ്റിലുമായിട്ട് വികസിച്ച സംസ്കാരമാണ് എന്ത്? സെമിത്തേരി എച്ച് സംസ്കാരം എന്ന് പറയുന്നത്. ഇപ്പോൾ വെങ്കലയുഗം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ശവസംസ്കാരം ആദ്യമായിട്ട് സാക്ഷ്യപ്പെടുത്തിയത് സെമിത്തേരി എച്ച് സംസ്കാരമാണ്. 1920-കളിലെ മോഹൻജദാരോയിൽ കണ്ടെത്തിയ നന്നായി സംരക്ഷിച്ചിരുന്ന ശ്മശാന സ്ഥലമാണ് സെമിത്തേരി എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെമിത്തേരി എച്ചിലെ ശവകുടീരങ്ങളിൽ മൺപാത്രങ്ങൾ, വെങ്കലം, ചെമ്പ് വസ്തുക്കൾ, മുത്തുകൾ, അതുപോലെ മറ്റ് പുരാവസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ നിരവധി അതൊക്കെ ഉൾപ്പെടെയുള്ള, അതായത് ആ ശവക്കുഴികളിൽ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അനേകം ശവക്കുഴികൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മോഹൻജദാരോയിലെ സെമിത്തേരി സ്ഥലത്തിൻ്റെ പേരിലാണ് ഈ സംസ്കാരം അറിയപ്പെടുന്നത്. അതാണ് സെമിത്തേരി എച്ച് എന്ന ആ പേരിലാണത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ സവിശേഷത ശ്മശാനങ്ങൾ വലിയ ഇഷ്ടിക അറകൾ കൊണ്ട് ചെയ്തതും ഓരോ അറയിലും ഒന്നിലധികം വ്യക്തികൾ ആ കല്ലറകളിൽ ഉണ്ടായിരുന്നു എന്നതും ശവകുടീരങ്ങൾ പ്രധാന ദിശകളിലേക്ക് തിരിഞ്ഞായിരുന്നു സ്ഥാപിച്ചത് എന്നത്. അതായത് തല വടക്കോട്ടും പാദങ്ങൾ തെക്കോട്ടും അഭിമുഖീകരിച്ചുകൊണ്ടുള്ള ഒരു രീതിയിലാണ് അതിൽ ശവങ്ങൾ അടക്കം ചെയ്തിരുന്നത് എന്നതുമാണ് ഈ സംസ്കാരത്തിൻ്റെ സെമിത്തേരി എച്ചിൻ്റെ ഒരു പ്രധാന പ്രത്യേകത. പ്രതീക്ഷിക്കാവുന്നൊരു ചോദ്യമായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ അതിനെ. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കുക. പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഫേസസ് ഓൺ ദ ഹാരപ്പൻ പീരിയഡ്. ഹാരപ്പൻ കാലഘട്ടത്തിലെ വിവിധ ഘട്ടങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് വിശദമായിട്ട് വിവരണം തയ്യാറാക്കുക എന്നാണ് ആൻസർ. ഹാരപ്പൻ കാലഘട്ടത്തിലെ വിവിധ ഘട്ടങ്ങൾ BC 3300 മുതൽ BC 1300 വരെയുള്ള കാലഘട്ടമാണ് ഹാരപ്പൻ നാഗരികതയുടെ തുടക്കം. ഹാരപ്പൻ സംസ്കാരത്തെ 3 ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ആദ്യകാല ഹാരപ്പൻ സംസ്കാരം, പക്വമായ ഹാരപ്പൻ സംസ്കാരം, പിൽക്കാല ഹാരപ്പൻ സംസ്കാരം എന്നിവയാണ് 3 എണ്ണം. ആദ്യകാല ഹാരപ്പൻ ഒരു പ്രോട്ടോ അർബൻ അല്ലെങ്കിൽ ഒരു രൂപീകരണ കാലഘട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹാരപ്പ, അമ്രി, കോഡ്ജി തുടങ്ങിയ സ്ഥലങ്ങൾ ഈ ഘട്ടത്തിലെ പ്രധാന കേന്ദ്രങ്ങളാണ്. ഈ ഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷതകളിൽ ഉൾപ്പെടുന്നവയാണ് കോട്ടമതിൽ, അതുപോലെ ഗ്രിഡ് ആസൂത്രണം, ഗ്രിഡ് എന്ന് പറഞ്ഞാൽ എന്താ, കുഴികൾ നിർമ്മിക്കും, ആസൂത്രണം, അതുപോലെ വ്യാപാര ശൃംഖലകളുടെ വികസനം, കരകൗശല സ്പെഷ്യലൈസേഷൻ എന്നിവയൊക്കെയാണ് ഈ ആദ്യകാലത്തിൻ്റെ പ്രധാന സവിശേഷതകളായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇനി പക്വമായ കാലഘട്ടത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെ നോക്കാം. പക്വമായ കാലഘട്ടത്തിലെ പ്രധാന സ്ഥലങ്ങളായിരുന്നു ഹാരപ്പ, മോഹൻജദാരോ, കാളിബംഗൻ, ധോളാവീര എന്നിവ. എഴുത്തിൻ്റെ വികാസത്തിനും വ്യാപാരത്തിൻ്റെ പുരോഗതിക്കും ഒപ്പം നഗരവൽക്കരണത്തിനും തുടക്കം കുറിച്ചൊരു കാലഘട്ടമാണ് പക്വമായ കാലഘട്ടം ഹരപ്പയുടെ. അതുപോലെ തന്നെ അവസാന ഹാരപ്പൻ ഘട്ടം നഗരങ്ങളുടെ പതനത്തിൻ്റെയും കൃഷിയുടെ വൈവിധ്യവൽക്കരണത്തിൻ്റെയും ഘട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. ഹാരപ്പ, സിസ്വാൾ, റോഡ്ജി, രംഗ്പൂർ എന്നിവിടങ്ങളിലെ സെമിത്തേരി എച്ച് ഈ കാലഘട്ടത്തിലെ അല്ലെങ്കിൽ പ്രധാന സവിശേഷതകളായിട്ട് കണക്കാക്കപ്പെടും. അപ്പോൾ അതാണ് സെമിത്തേരി എച്ച് കാലഘട്ടത്തിൻ്റെ സവിശേഷതകളായിട്ട് കാണുന്നത് കേട്ടോ. ഇത്രയാണ് അപ്പോൾ അതിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞതനുസരിച്ച് ഫസ്റ്റ് ബ്ലോക്കിലെ 3 യൂണിറ്റുകളുടെ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഇപ്പോൾ ഞാൻ ഇതേ സമയം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, നിർത്തിയിട്ടില്ല, ഇനിയും പറയുകയാണ്. അപ്പോൾ അതിന്ന് പറയാവുന്ന ഞാൻ ആവർത്തിച്ച് പറയുന്ന ഒന്ന് സെമിത്തേരി എച്ച് ചോദിക്കും, ഒന്ന് കാൽക്കോലിത്തിക് സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ, അതൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ നോക്കാം, മറ്റൊന്ന് 4ാമത്തെ യൂണിറ്റ് എന്ന് വരുന്നത് വാട്ട് ഡു യു നോ എബൌട്ട് ദ ട്രേഡിംഗ് നെറ്റ്വർക്ക് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ നാഗരികതയിലെ വ്യാപാര ശൃംഖലകളെക്കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന്. മറ്റ് സാംസ്കാരിക മേഖലകളുമായുള്ള ഹാരപ്പയുടെ വ്യാപാര തെളിവുകൾ ഹാരപ്പൻ ജനതയുടെ സാംസ്കാരിക ഏകത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. നാണയ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുമ്പ് അവർ വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തിയതുകൊണ്ട് അവർ കച്ചവടം ബാർട്ടർ സമ്പ്രദായം, അതായത് ഉൽപ്പന്നങ്ങൾ കൊടുത്ത് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന രീതിയിലാണ് നടത്തിയിരുന്നതിന് അതിനടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു എന്നാണ് അനുമാനിക്കപ്പെടുന്നത്. ഈ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഉൾനാടൻ വിദേശ വ്യാപാര പ്രവർത്തനങ്ങൾ അവർ നടത്തിയതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ചെർട്ട് ബ്ലേഡുകളും ധാരാളം അവർ ഉൽപ്പാദിപ്പിക്കുകയും മറ്റ് ഹാരപ്പൻ സൈറ്റുകളിലേക്ക് അത് അയച്ചു കൊടുക്കുകയും ചെയ്തതായിട്ട് തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. രാജസ്ഥാനിലെ ഗേത്രി നിക്ഷേപങ്ങൾ ചെമ്പിൻ്റെ പ്രധാന ഉറവിടമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ സിങ്കും ലഡ്ഡും ഒരു പക്ഷേ രാജസ്ഥാനിൽ നിന്നായിരിക്കാം അവർ ഇറക്കുമതി ചെയ്തിരുന്നത് എന്ന് കരുതപ്പെടുന്നുണ്ട്. ഹരിയാന, അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് ടീ
ടിന്ന് അവർക്ക് ലഭിച്ചിരുന്നത്, ലോഹം. കർണാടകയിലെ കോലാർ പാടങ്ങളിൽ നിന്നായിരുന്നു സ്വർണം വന്നത് എന്ന് കരുതപ്പെടുന്നുണ്ട്. ഗുജറാത്ത് പലതരം മുത്തുകളും അമൂല്യമായ കല്ലുകളും നൽകുന്ന പ്രദേശമായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് ലാപ്പിസ് ലസൂലി അവർക്ക് ലഭിച്ചത്. ഒരു വിലപിടിപ്പുള്ളൊരു കല്ലാണ് കേട്ടോ ലാപ്പിസ് ലസൂലി എന്ന് പറയുന്നത്. എപ്പോഴും കുട്ടികൾ ചോദിക്കാറുണ്ട് ഈ ലാപ്പിസ് ലസൂലി. ഇരുചക്ര വണ്ടികളുടെ വെങ്കല ടെറാക്കോട്ട മോഡലുകൾ അവരുടെ പ്രാഥമിക ഗതാഗത മാർഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ വണ്ടികളൊന്നും അതിജീവിച്ചിട്ടില്ല, നിലനിന്നിട്ടില്ല കൂടുതൽ കാലം. ലോത്തലിൽ കണ്ടെത്തിയ കപ്പൽ നിർമ്മാണശാലയും ഹാരപ്പൻ വ്യാപാരത്തിൻ്റെ തെളിവായിട്ട് കണക്കാക്കപ്പെടുന്നു. ദീർഘദൂര വ്യാപാരത്തിനും അതുപോലെ ഊഹത്തിനും സൈറ്റുകളിൽ നമുക്കതിനുള്ള തെളിവുകൾ അങ്ങനെ അതിന് മാത്രം തെളിവുകളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. തുർക്ക്മെനിസ്ഥാനിൽ നിന്ന് അനേകം ഹാരപ്പൻ വസ്തുക്കൾ കണ്ടെത്തിയതായിട്ട് പറയപ്പെടുന്നു. ഹാരപ്പൻ ലിപിയോട് കൂടിയ ഒരു ദീർഘചതുരാകൃതിയിലുള്ള തുർക്ക്മെനിസ്ഥാനിലെ മുദ്ര അവിടുന്ന് കണ്ടുകെട്ടി. ഹാരപ്പൻ മുദ്ര തുർക്ക്മെനിസ്ഥാനിലെ ആർട്ടിൻ ഡെപ്പിൽ നിന്ന് കണ്ടെത്തിയതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ഇറാനിൽ നിന്ന് ഹാരപ്പൻ മുദ്രകൾ, കാർണയിൽ മുത്തുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യാപാരത്തിൻ്റെ പ്രധാന തെളിവുകൾ വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പേർഷ്യൻ ഗൾഫിൽ നിന്ന് കണ്ടെത്തിയ ഒരു വൃത്താകൃതിയിലുള്ള മുദ്രയിൽ ഒരു ചെറിയ കൊമ്പുള്ള കാളയുടെ രൂപവും ഹാരപ്പൻ എഴുത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഹാരപ്പൻ ജനത ഒമാനുമായും വ്യാപാരം നടത്തി, മെസപ്പൊട്ടോമിയയുമായും ഹാരപ്പ വ്യാപാരം നടത്തിയെന്നതിൻ്റെയൊക്കെ തെളിവുകളാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്. ഇനി ഡിസ്കസ് അബൌട്ട് ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് ഹാരപ്പൻ കൾച്ചർ. ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ എഴുത്തുവിദ്യ അല്ലെങ്കിൽ അവരുടെ ലിപിയെക്കുറിച്ച് അങ്ങനെ ചോദിക്കട്ടെ, സ്ക്രിപ്റ്റ് എന്ന് ചോദിക്കാറുണ്ട്, ചർച്ച ചെയ്യുക എന്നാണ്. ഹാരപ്പൻ നാഗരികതയുടെ ഭാഷയും എഴുത്തുരീതിയും ഇപ്പോഴും നിഗൂഢമാണ്. അതുകൊണ്ട് അതിനെ നിഗൂഢ ലിപി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഭാഷയെയും ലിപിയെയും സംബന്ധിച്ച നിരവധി സിദ്ധാന്തങ്ങൾ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. അതിന് കൃത്യമായ തെളിവ് ലഭ്യമല്ലാത്തതുകൊണ്ട് നാഗരികതയുടെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ വ്യത്യസ്ത ഭാഷകൾ സംസാരിച്ചിരിക്കാമെന്നാണ് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഈ ഭാഷ ദ്രാവിഡ ഭാഷാ കുടുംബത്തിൽപ്പെട്ടതാണെന്നും അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. മറ്റു ചിലർ ഇൻഡോ ആര്യൻ കുടുംബത്തിൽപ്പെട്ടതാണ് ഇവരുടെ ഭാഷ എന്നാണ് നിർദ്ദേശിക്കുന്നത്. ഹാരപ്പൻ പ്രദേശങ്ങളിൽ നിന്ന് 3700 ലിഖിത വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിതത്തിൽ 26 അടയാളങ്ങളാണ്. അപ്പോൾ അവരുടെ അക്ഷരം ഓരോ അടയാളങ്ങളാണ്. അപ്പോൾ 26 അടയാളങ്ങളുള്ളതാണ് ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിതം. ലിഖിതങ്ങളിൽ ഏകദേശം 400 മുതൽ 450 വരെ അടിസ്ഥാന ചിഹ്നങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ സ്ക്രിപ്റ്റ്, അതായത് അവരുടെ ലിപി ലോഗോ സിലബിക്കാണ്. അതായത് ലോകസിലബിക് പറഞ്ഞാൽ ഓരോ ചിഹ്നവും ഒരു വാക്കിനെ സൂചിപ്പിക്കുന്നതാണ്. ഈ ലിഖിതം വലത്തു നിന്നിടത്തോട്ട്, അതായത് അറബി എഴുതുന്നത് പോലെയാണ് എഴുതുന്നത്. ഇതുവരെ വായിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറേ അടയാളങ്ങളാണ്, ചിത്രങ്ങളാണെന്നതുകൊണ്ട് അതിനെ ചിത്രലിപി എന്ന് പറയുന്നുണ്ട്. വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് അതിനെ നിഗൂഢ ലിപി എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇനി ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ബ്യൂരിയൽ പ്രാക്ടീസസ് ഓഫ് ദ ഹാരപ്പൻ പീപ്പിൾ. ഹാരപ്പൻ ജനതയുടെ ശ്മശാന രീതികളെ ഹ്രസ്വമായിട്ട് വിശദീകരിക്കുക എന്നാണ്. ഹാരപ്പൻ കാളിബംഗാൻ, ലോത്തൽ, അതുപോലെ രാജഗിർഹ്, സുർക്കോട്ടാഡ എന്നിവിടങ്ങളിലാണ് ശ്മശാനങ്ങൾ സ്ഥിതി ചെയ്തിരുന്നത്. മരിച്ചയാളുടെ മൃതദേഹം ഒരു ചെറിയ കുഴിയിലോ അതുപോലെ ബ്രോക്ക് ചേമ്പറിലോ വടക്കോട്ട് തല ചുട്ടിക്കൊണ്ട്, അതായത് തല അങ്ങോട്ട് വടക്കോട്ട് നീട്ടിയ രീതിയിലാണ് പൊതുവെ സംസ്കരണം ചെയ്തിരുന്നത്. അപ്പോൾ ഈ ശ്മശാനത്തിൽ ഭക്ഷണം, മൺപാത്രങ്ങൾ, ഉപകരണങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവ അടക്കം ചെയ്തതായിട്ട് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത് അവരുടെ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസവുമായിട്ടാണ്, അതുപോലെ അവരുടെ സാമ്പത്തിക നില തെളിയിക്കുന്നതിനുള്ള ഒരു സൂചകമായിട്ടൊക്കെയാണ് ചരിത്രകാരന്മാർ അതിനെ കണക്കാക്കുന്നത്. കാരണം നല്ല വെളിപ്പെടുപ്പുള്ള വസ്തുക്കളൊക്കെ അതിലടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സമ്പന്നരായ ആളുകളുടേതായിരിക്കാം എന്നുള്ളൊരു ധാരണയാണ് ചരിത്രകാരന്മാർക്കുള്ളത്. കാളിബംഗനിൽ ഒരു പ്രതീകാത്മക ശ്മശാനം കണ്ടെത്തിയെങ്കിലും അതിൽ അസ്ഥികൂടത്തിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഹാരപ്പയും മോഹൻജദാരോയും അടക്കം ചെയ്തതിൻ്റെ തെളിവുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ലോത്തലിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശ്മശാനങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. ഇനി അനലൈസ് ദ റിലീജിയസ് ആക്ടിവിറ്റീസ് ഓഫ് ഹാരപ്പൻ പീപ്പിൾ. ഹാരപ്പൻ ജനതയുടെ മതപരമായ വിശ്വാസങ്ങളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമാക്കുക എന്നാണ്. 1931 ജോൺ മാർഷലാണ് ഹാരപ്പൻ മതം എന്ന അടിസ്ഥാന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. ഹാരപ്പൻ മതത്തിൻ്റെ ഒരു പ്രധാന സവിശേഷത ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ട സ്ത്രീ ദേവതകളെ ആരാധിക്കുന്നു എന്നതാണ്. ഫെർട്ടിലിറ്റി പറഞ്ഞാൽ പ്രത്യുൽപാദന എന്ന കഴിവുള്ള കേട്ടോ. അപ്പോൾ അവരെ ആരാധിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ടെറാക്കോട്ട സ്ത്രീ രൂപങ്ങൾ, അതുപോലെ തന്നെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ ഒരു നിഗമനത്തിലെത്തിയിട്ടുള്ളത്. ഈ രൂപങ്ങൾ മാതൃദേവി എന്ന ലേബൽ ചെയ്തിട്ടുണ്ട്.
മൊഹൻജദാരോ, ഹാരപ്പ, ബനവാലി എന്നീ സൈറ്റുകളിൽ ഈ സ്ത്രീരൂപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹാരപ്പൻ ജനത പുരുഷ ദൈവത്തെ ആരാധിച്ചിരുന്നതായിട്ടും മാർഷൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ജോൺ മാർഷൽ മൊഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയ പശുപതി മുദ്രയിൽ ഇത് പ്രതിനിധീകരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാൽ മറ്റേ കാലിൽ കയറ്റി വെച്ച് തലയിൽ എരുമക്കൊമ്പ് പോലെ വെച്ച് ചിത്രം ചിത്രം നല്ല ഒരു രൂപം, ചമ്രം പടിഞ്ഞിരിക്കുന്ന രൂപത്തിലുള്ള രൂപം ഉണ്ട്. അതിന് ചുറ്റും ആന, കണ്ടാമൃഗം, എരുമ, കടുവ തുടങ്ങിയ മൃഗങ്ങളെ അവർ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഹിന്ദു പുരാണത്തിലെ ശിവനുമായിട്ട് സാദൃശ്യമുണ്ട് എന്നാണ് മാർഷലിൻ്റെ ഒരു വാദം. ഹാരപ്പൻ ജനതയുടെ ഫെർട്ടിലിറ്റി ആരാധനയുടെ മറ്റു ചില വശങ്ങളും ജോൺ മാർഷൽ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പിന്നീട് ജോർജ് ഡെയിൽസ് ഈ ഐക്കണുകൾ, അതായത് കണ്ടെത്തിയ ഐക്കണുകളൊക്കെ അതിൻ്റെ ആരാധനാപരമായ പ്രാധാന്യത്തെ പ്രതിനിധീകരിക്കുന്നില്ല എന്നും ജ്യോതിശാസ്ത്രപരമോ അല്ലെങ്കിൽ വാസ്തുവിദ്യാപരമോ ആയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കാമെന്നും വാദിച്ചിട്ടുണ്ട്. ഏതാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് ഇന്നും തിരിച്ചറിയപ്പെട്ടിട്ടില്ല. ഹാരപ്പൻ കാലഘട്ടത്തിലെ മുദ്രകളിൽ നിരവധി മരങ്ങളും സസ്യങ്ങളും മൃഗങ്ങളും ഒക്കെ ചിത്രീകരിക്കപ്പെട്ടതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങളെ അവയുടെ ആരാധനാപരമായ പ്രാധാന്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വീക്ഷിച്ചു. പൈപ്പൽ മരം പലപ്പോഴും പ്രത്യക്ഷപ്പെട്ട നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവർ അത്തരത്തിലുള്ള മരങ്ങളെ, ആൽമരം, പൈപ്പൽ മരം ആൽമരത്തെ ആരാധിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. പുറത്ത് പൂഞ്ഞുള്ളതും ഇല്ലാത്തതുമായ കാള, പാമ്പ്, ആന, കണ്ടാമൃഗം, കടുവ എന്നിവ അവരുടെ മുദ്രകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങൾക്ക് ചില സാംസ്കാരിക പ്രാധാന്യം ഉണ്ടായിരിക്കാം എന്നാണ് ചിത്രകാരന്മാർ കരുതുന്നത്. മൊഹൻജദാരോയിലെ ഗ്രേറ്റ് ബാത്തിന് ചില ആചാരപരമായ പ്രാധാന്യമുണ്ട്. പണ്ഡിതന്മാർ ഇത് അവരുടെ ആചാരപരമായ കുളിക്ക് ആചാരത്തിലുണ്ടായിരുന്ന പ്രാധാന്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ യാഗങ്ങൾക്ക് അവർ പ്രാധാന്യം കൊടുത്തിരുന്നു എന്ന്. ഇത്രയാണ് അവരുടെ മതപരമായ കാര്യങ്ങൾ. ഇനി ഇതിന്നൊരു എസ്സേ നമുക്ക് ചോദിക്കാൻ സാധിക്കും. എക്സ്പ്ലെയിൻ ദ ആർട്ട്, ക്രാഫ്റ്റ് ആൻഡ് ടെക്നോളജി ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ ജനതയുടെ കല, കരകൗശലം, സാങ്കേതിക വിദ്യ എന്നിവയെക്കുറിച്ച് വിശദമാക്കാൻ. ആൻസർ: ഹാരപ്പൻ സൈറ്റുകളിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻ ഹാരപ്പൻ എസ്സേ ആയിട്ട് വരാം. ഒന്ന് അതിൻ്റെ തകർച്ചയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതാനായിരിക്കും, ഒന്ന് അതിൻ്റെ നഗരാസൂത്രണമായിരിക്കും. അപ്പോൾ നഗരാസൂത്രണം ചോദിക്കുന്നതിനോടൊപ്പമായിരിക്കണം ഒരുപക്ഷെ ഈ കല, വാസ്തുവിദ്യയൊക്കെ ചോദിക്കുക കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. എന്താണോ ഹാരപ്പൻ കണ്ട പാടെ ഉടനെ അതിൻ്റെ തകർച്ച എഴുതരുത്, അല്ലെങ്കിൽ അതിൻ്റെ കലാവാസ്തുവിദ്യ എഴുതരുത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചിട്ടല്ല എന്താ ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതിന് ആൻസർ എഴുതിയാലേ മാർക്ക് കിട്ടുള്ളൂ കേട്ടോ. നോക്കുക, ഹാരപ്പൻ സൈറ്റുകളിൽ നിന്നുള്ള വിവിധ പുരാവസ്തുക്കളുടെ കണ്ടെത്തൽ ജനങ്ങളുടെ സാങ്കേതിക അവബോധവും നിലവാരമുള്ള കരകൗശല വസ്തുക്കളുടേക്കും സൂചന നൽകുന്നുണ്ട്. ഹാരപ്പൻ മൺപാത്രങ്ങൾ ഗുണമേന്മയേറിയ മൺപാത്ര നിർമ്മാണ സൂചന നൽകുന്നവയാണ്. ഹാരപ്പ, അതുപോലെ തന്നെ നൗഷാറോ, ചാൻഹൂദാരോ എന്നിവിടങ്ങളിൽ നിന്ന് മൺപാത്രങ്ങൾ ചുട്ട അല്ലെങ്കിൽ ചൂളയ്ക്ക് വെച്ച രീതിയിലുള്ളതായിട്ട് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള മൺപാത്രങ്ങളും അവരുടെ ഇടയിൽ കണ്ടെടുത്തു. അതായത് ഒരേ രൂപത്തിലുള്ളതല്ല, വിവിധ തരത്തിലുള്ള മൺപാത്രങ്ങൾ കണ്ടെടുക്കണം. മൺപാത്രങ്ങൾ ഭൂരിഭാഗവും ചക്രം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അവ പല ഡിസൈനുകളിലും അലങ്കരിക്കുകയും ചെയ്തിരുന്നു. ഇനി ടെറാക്കോട്ട പറയുകയാണെങ്കിൽ കാള, എരുമ, അതുപോലെ കുരങ്ങുകൾ, പിന്നെ നായ്ക്കൾ തുടങ്ങിയ മൃഗങ്ങളുടെ അതുപോലെ കളിവണ്ടികളുടെയൊക്കെ പ്രതിമകൾ, മനുഷ്യപ്രതിമകൾ, അതുപോലെ വളകൾ എന്നിവ ഉൾപ്പെടെ ഹാരപ്പൻ പ്രദേശങ്ങളിൽ ടെറാക്കോട്ട രൂപത്തിലുള്ളത് ധാരാളം കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. മൊഹൻജദാരോ, ഹാരപ്പ എന്നിവിടങ്ങളിൽ നിന്ന് ടെറാക്കോട്ട മുഖംമൂടികൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഹാരപ്പൻ കരകൗശലത്തിൻ്റെ ഒരു പ്രത്യേക സവിശേഷത കല്ലുകൊണ്ടുള്ള വളകൾ എന്നറിയപ്പെടുന്ന ഒരു തരം ജ്വലന വളകളുടെ നിർമ്മാണം. അതിങ്ങനെ കാണുമ്പോൾ തിളങ്ങുന്ന രൂപത്തിലുള്ള വളകൾ, നല്ല വില കൂടിയ കല്ലുകൾ കൊണ്ടുള്ള വളകളുടെ നിർമ്മാണം. ഇനി കൽപ്പണി നോക്കാം. മറ്റൊരു പ്രധാന കരകൗശലമാണ് സ്റ്റോൺ വർക്ക്. മൊഹൻജദാരോയിൽ കണ്ടെത്തിയ താടിയുള്ള ശില്പം ആ ശില്പഫലകത്തിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ശില്പത്തിൻ്റെ കണ്ണുകൾ പകുതി അടഞ്ഞിട്ടുണ്ട്. ഇത് ധ്യാനാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. അതിനാൽ ഇതൊരു പുരോഹിതൻ്റെ ചിത്രമാണെന്നും അതിനെ പുരോഹിത രാജാവ് എന്ന് വിശേഷിപ്പിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കപ്പെടുന്നു. ഇതോടൊപ്പം ധോളാവീരയിൽ നിന്ന് ഒരു പല്ലിയുടെ ശിലാചിത്രം കണ്ടെത്തിയിട്ടുണ്ട്. ഹാരപ്പയിൽ നിന്ന് ചെർട്ട് ബ്ലേഡുകളും കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ ചില ബ്ലേഡുകൾ ഗാർഹിക ആവശ്യങ്ങൾക്കും കൃഷിക്കും വേണ്ടിയുള്ള കത്തികളായിട്ട് ഉപയോഗിച്ചിരിക്കാം എന്ന് കരുതപ്പെടുന്നു. സിന്ധു നാഗരികത അല്ലെങ്കിൽ സിന്ധു മേഖലകളിലെ കുന്നുകളിൽ നിന്ന് അതുപോലെ തന്നെ പാറമടകൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. നന്നായി വൃത്തിയാക്കി ഉപകാരത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള പാറമടകൾ കണ്ടെടുക്കും. ഇനി ചെമ്പ് വെങ്കല വസ്തുക്കൾ കൊണ്ട്. ഹാരപ്പൻ നാഗരികതയിലെ ഏറ്റവും പ്രശസ്തമായ കലാരൂപമാണ് മൊഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയ വെങ്കലത്തിൽ പണിത നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ രൂപം. ആ രൂപം തല പിറകോട്ടും വിശ്രമിക്കുന്ന കണ്ണുകളും വലതുകൈ ഇടുപ്പിൽ വെച്ച് ഇടതുകൈ താഴേക്ക് തൂക്കിയിട്ടും നൃത്തം ചെയ്യുന്ന രൂപമാണ്. ഈ രൂപം ഹാരപ്പൻ കലാസൃഷ്ടിയിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഹാരപ്പൻ നാഗരികതയെ അടയാളപ്പെടുത്തുന്ന ചെമ്പ് വസ്തുക്കളുടെ ഉപയോഗവും ഉണ്ട്. ഹാരപ്പൻ കരകൗശല തൊഴിലാളികൾ ചിലപ്പോൾ ശുദ്ധമായ ചെമ്പ് ഇനങ്ങൾ ഉപയോഗിച്ചിരിക്കാമെന്ന് കരുതുന്നു.
ചെമ്പ്, വെങ്കലം എന്നിവയിൽ പാത്രങ്ങൾ, കുന്തം, കത്തികൾ, വാള്, അതുപോലെ മീൻ കൊളുത്ത് എന്നിവയൊക്കെ അവർ നിർമ്മിച്ചിരുന്നു. ഹാരപ്പയിൽ നിന്ന് 16 ചെമ്പ് ചൂളകൾ കണ്ടെത്തിയിട്ടുണ്ട്. ലോത്തലിൽ നിന്ന് ചെമ്പ് വർക്ക് ഷോപ്പുകളും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി സ്വർണ്ണമാണെങ്കിലോ, സ്വർണ്ണാഭരണങ്ങളായ വളകൾ, നെക്ലേസുകൾ, കൈച്ചെയിൻ, കമ്മൽ തുടങ്ങിയ വസ്തുക്കൾ ഹാരപ്പൻ സൈറ്റുകളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാദീനോയിൽ നിന്ന് സ്വർണം, വെള്ളി, അതുപോലെ അർദ്ധവിലയേറിയ കല്ലുകൾ എന്നിവയുടെ ഒരു ശേഖരം തന്നെ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അവരുടെ മുദ്രകളുടെ നിർമ്മാണം. ഹാരപ്പൻ ജനതയുടെ മറ്റൊരു പ്രധാന കരകൗശല പ്രവർത്തനമായിരുന്നു അവരുടെ മുദ്രകളുടെ നിർമ്മാണം. ഭൂരിഭാഗം മുദ്രകളും ചതുരാകൃതിയിലോ ദീർഘചതുരാകൃതിയിലോ ഉള്ളതായിരുന്നു. എങ്കിൽ ചിലത് മാത്രം വൃത്താകൃതിയിലും സിലിണ്ടറിക്കൽ ആകൃതിയിലും കാണപ്പെട്ടിട്ടുണ്ട്. ഒരു മുദ്രയുടെ ശരാശരി വലിപ്പം എന്ന് പറയുന്നത് 2.54 സെൻറ്റിമീറ്റർ മുതൽ 6.35 സെൻറ്റിമീറ്റർ വരെയാണ്. ഈ മുദ്രകളിലെ ഭൂരിഭാഗവും സ്ലീറ്റൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഒരുതരം ലോഹമാണ് കേട്ടോ സ്ലീറ്റൈറ്റ് പറയുന്നത്. ആന, കടുവ, അണ്ണാന്, മുതല, കൊമ്പൻ, കാള, എരുമ, കണ്ടാമൃഗം തുടങ്ങിയ ഉൾപ്പെടെയുള്ള ഒരുപാട് മൃഗങ്ങളുടെ രൂപങ്ങൾ ഈ മുദ്രകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. മുദ്രകളിൽ ഏറ്റവും ചെറിയ ലിഖിതങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇനി ബീഡ് നിർമ്മാണം. പുതിയ ടെക്നിക്കുകളും മെറ്റീരിയലുകളും കൊന്ത നിർമ്മാണ ശൈലിയും, അതായത് മാല കൊറുക്കുക പറയില്ലേ നമ്മൾ, മാല നിർമ്മിക്കുക, അതാണ് കേട്ടോ വീട് നിർമ്മാണം, കൊന്ത നിർമ്മാണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹാരപ്പക്കാർ അവതരിപ്പിച്ചിട്ടുണ്ട്. മൊഹൻജദാരോ, ഹാരപ്പ, ചാൻപുദാരോ, ധോളാവീര എന്നിവിടങ്ങളിൽ നിന്ന് അർദ്ധവിലയേറിയ കല്ലിൻ്റെ മുത്തുകൾ ധാരാളം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇതെന്താണ്, അവർക്ക് കൽമണി മാലകൾ നിർമ്മിക്കുന്ന ഒരു ഹോബിയും കൂടി ഉണ്ടായിരുന്നു എന്നിത് കാണിക്കുന്നു. ഇനി ഷെൽ വർക്കുകൾ, വളകൾ, ഷെല്ല് കൊണ്ടുള്ള വസ്തുക്കൾ എന്നിവയുടെ തെളിവുകൾ സൂചിപ്പിക്കുന്നത് കരകൗശല വിദഗ്ധർ ഷെൽ ജോലിയിൽ വൈദഗ്ധ്യം നേടിയ ആളുകളായിരുന്നു എന്നാണ്. ഇനി തൂക്കങ്ങളും അളവുകളും. ഹാരപ്പൻ ജനത അവരുടെ വില നിലവാരത്തിൽ ശ്രദ്ധേയമായിരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. കരകൗശല രംഗത്ത് ഉയർന്ന നിലവാരം പുലർത്തുന്നതിന് കാരണം രാജ്യത്ത് നിന്നുള്ള നിയന്ത്രണമായിരിക്കാം എന്നാണ് കാനോൻ എന്ന ചരിത്രകാരൻ പറയുന്നത്. തൂക്കത്തിൻ്റെയും അളവുകളുടെയും യൂണിറ്റുകളിലുള്ള സ്റ്റാൻഡേർഡൈസേഷൻ വളരെ ശ്രദ്ധേയമായിരുന്നു. ചെർട്ടും അതുപോലെ കറുത്ത കല്ലും കൊണ്ട് നിർമ്മിച്ച ക്യൂബിക്കൽ തൂക്കങ്ങൾ എല്ലാ സൈറ്റുകളിലും കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ തൂക്കങ്ങൾക്ക് എല്ലാ സോണുകളിലും ഒരേ ഭാരമുണ്ട്. അപ്പോൾ ബൈനറി സിസ്റ്റം ചെറിയ തൂക്കങ്ങളിൽ ഉപയോഗിച്ചപ്പോൾ ദശാംശ സമ്പ്രദായമാണ് ഉയർന്ന ഭാരത്തിനുള്ള തൂക്കങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. മോഹൻജദാരോയിൽ നിന്ന് കണ്ടെടുത്ത 10.856 ഗ്രാം ഭാരമുള്ളതാണ് ഏറ്റവും വലിയ തൂക്കം എന്നാണ്. തൂക്കം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൂക്ക് കട്ടികളാണ് കേട്ടോ. നമ്മൾ ഈ ത്രാസിട്ട് തൂക്കുമ്പോൾ അതിൽ ഉപയോഗിക്കില്ല. തൂക്ക അളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വസ്തു തൂക്ക് കട്ടികളായിട്ട് ത്രാസിൽ പഴയ കാലത്തൊക്കെയാണ്, നിങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ നമ്മളൊക്കെ ഇലക്ട്രിക് അല്ലേ, അപ്പോൾ അറിയാൻ സാധ്യത കുറവായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള തൂക്ക് കട്ടികളെയാണ് തൂക്കം എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ആര്യൻ ഇൻവേഷൻ തിയറി? എന്താണ് ആര്യൻ അധിനിവേശ സിദ്ധാന്തം? ഹാരപ്പൻകാരുടെ തകർച്ചയ്ക്ക് പല കാരണങ്ങൾ ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ ആര്യന്മാരെന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ ആക്രമണം ആണ് ഹാരപ്പൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്ന സിദ്ധാന്തത്തെയാണ് ആര്യൻ അധിനിവേശ സിദ്ധാന്തം എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ മോർട്ടിമർ വീലർ ഈ സിദ്ധാന്തം ജനകീയമാക്കി. വീലർ പറയുന്നത് കോട്ടകൾ, മതിലുകളുള്ള നഗരങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ, ആര്യന്മാരുടെ ആക്രമണങ്ങൾ അഥവാ കോട്ട നശിപ്പിക്കുന്ന പ്രവൃത്തികളൊക്കെയാണ് ആര്യന്മാരുടെ തകർച്ചയ്ക്ക് ഇടയാക്കിയത് എന്നാണ്. ഇനി ഇതിന് നമുക്ക് വലിയ എസ്സേയും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് എത്ര സ്പീഡ് പോന്നിട്ടുള്ള ഈ 2 എസ്സേ നിങ്ങൾ ഇതിന്ന് മനസ്സിലാക്കേണ്ടതാണ്. എന്താണ്? ക്രിട്ടിക്കലി എക്സാമിൻ ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ആൻഡ് ദ തിയറി ഓഫ് ആര്യൻ ഇൻവേഷൻ. ഹാരപ്പൻ നാഗരികതയുടെ പതനവും ആര്യൻ അധിനിവേശ സിദ്ധാന്തവും തമ്മിലുള്ള ബന്ധം വിമർശനാത്മകമായിട്ട് പരിശോധിക്കുക എന്നാണ്. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കണം, തകർച്ച മാത്രമാണോ, ക്രിട്ടിസൈസ് ചെയ്യാനാണോ എന്ന് വിമർശനാത്മകമായിട്ടാണോ എന്ന് നോക്കണം കേട്ടോ. നോക്കുക, തകർച്ചയുമായി ബന്ധപ്പെട്ട ഒരു ജനകീയ വിശദീകരണമാണ് ആര്യൻ അധിനിവേശം. ആര്യൻ അധിനിവേശ സിദ്ധാന്തം ആദ്യം അവതരിപ്പിച്ചത് ആരാണ്? രാമപ്രസാദ് ചന്ദയാണ്. 1947 മോർട്ടിമർ വീലർ ഈ സിദ്ധാന്തം ജനകീയമാക്കി. വീലർ പറയുന്നത് കോട്ടകൾ, മതിലുകളുള്ള നഗരങ്ങൾക്കെതിരായ അക്രമങ്ങൾ, പുരാതന അഥവാ കോട്ട നശിപ്പിക്കുന്ന ആൾക്കാർ, പുരന്തര എന്നാണ് പറയുക കേട്ടോ, ആൾക്കാർ, അവർക്ക് ഉള്ള ചില ചരിത്രപരമായ അടിത്തറ ഉണ്ടായിരുന്നതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ആക്രമണമായിരുന്നിരിക്കണം ആരുടെ പതനത്തിന് കാരണം, ഹാരപ്പൻകാരുടെ പതനത്തിന് കാരണം എന്നാണ്. അതുപോലെ തന്നെ മോഹൻജദാരോയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള അസ്ഥികൂടങ്ങളുടെ കുമ്പാരം, ഇതൊക്കെ ഇതിൻ്റെ തെളിവുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വീലറുടെ അഭിപ്രായത്തിൽ ആര്യ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന ഇത് ആര്യ സാന്നിധ്യം തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും വെള്ളപ്പൊക്കം, വ്യാപാരത്തിൽ ഉണ്ടായ ഇടിവും
വെള്ളപ്പൊക്കവും വ്യാപാരത്തിലുണ്ടായ ഇടിവും പ്രകൃതി വിഭവങ്ങളുടെ വിനിയോഗവും ഒക്കെ തകർച്ചയ്ക്കുള്ള മറ്റ് കാരണങ്ങളായിരിക്കാം. അതുപോലെ ഇനി PV കെയ്ന്, ജോർജ് ഡെയ്ല് തുടങ്ങിയ ഒരു കൂട്ടം പണ്ഡിതന്മാരിൽ നിന്ന് ആര്യൻ അധിനിവേശ സിദ്ധാന്തം വിമർശനം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. തകർച്ചയുടെ കാരണം നിർണ്ണയിക്കാൻ അനിശ്ചിതത്വമുള്ള ഒരു ഒരു മതഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നത് വ്യാജമാണ്. അതായത് വീലർ പറയുന്നത് എന്താണ്, അത് വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആര്യൻ സിദ്ധാന്തത്തെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഒരു മതഗ്രന്ഥത്തെ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ഒരിക്കലും നീതിപൂർവ്വമല്ല. അതുകൊണ്ട് ഹാരപ്പൻ സൈറ്റുകളിൽ സൈനിക ആക്രമണമോ സംഘർഷമോ നടന്നതിന് തെളിവില്ലാത്തതുകൊണ്ട് ഇതിനെന്തായിട്ട് കാണാൻ കഴിയില്ല, ഒരു യഥാർത്ഥ തകർച്ചാ കാരണമായിട്ട് കാണാൻ കഴിയില്ല. കൂടാതെ കണ്ടെത്തിയ അസ്ഥികൂടങ്ങളുടെ അവശിഷ്ടങ്ങൾ സമാന സാംസ്കാരിക ശ്രേണിയിൽ പെട്ടതല്ല. അതുകൊണ്ട് ഇവയെ കൂട്ടക്കൊലയായിട്ട് കണക്കാക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധിപ്പിക്കാനും കഴിയില്ല എന്നാണ് എതിർക്കുന്നവർ പറയുന്നത്. അപ്പോൾ ആര്യൻ അധിനിവേശത്തെ അല്ലെങ്കിൽ അധിനിവേശമായിരിക്കില്ല ഹാരപ്പൻ തകർച്ചയ്ക്കുള്ള കാരണം. ഒരു കാരണമായിരിക്കാം, പക്ഷെ അത് മാത്രമാണ് കാരണമെന്ന് പറയുന്നത് ശരിയല്ല എന്ന്. അതുപോലെ തന്നെ ഒരു നദീതട നാഗരികതയുടെ തകർച്ച കൈകാര്യം ചെയ്യുമ്പോൾ പെട്ടെന്നുള്ളതോ ആക്രമണമോ സംഭവിക്കാവുന്ന സ്വാഭാവിക അപകടങ്ങൾക്ക് ഒരു പ്രധാന പങ്കുണ്ട്. ഇപ്പോൾ സിന്ധു നദിയിലെ വെള്ളപ്പൊക്കത്തിൻ്റെ ആവർത്തിച്ചുള്ള വരവ് നഗരത്തെ ബാധിച്ചു എന്നതിന് മോഹൻജദാരയിലെ വിള്ളലുകൾ, പല അടരുകളും ഒക്കെ കാണുമ്പോൾ അതായിരിക്കാം അതിന് കാരണമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അപ്പോൾ ഭൂകമ്പങ്ങളും ദുരന്തത്തിന് കാരണമായിരിക്കാം. അപ്പോൾ 1967 HD ലാബ്രിക് സിന്ധു നദി ഗതി മാറി ഒഴുകിയതാണ്, കിഴക്കോട്ട് നീങ്ങിയതാണ് മോഹൻജദാരയിലെ നിവാസികളുടെ നശിപ്പിച്ചത് അല്ലെങ്കിൽ ആ വിള്ളലുകൾക്ക് കാരണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ വിമർശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സിദ്ധാന്തം തകർച്ചയുടെ യഥാർത്ഥ കാരണമായിട്ട് വിശദീകരിക്കാൻ കഴിയില്ല. മോഹൻജദാരോയെ അധിക ജലം ബാധിച്ചപ്പോൾ മറ്റു ചില നഗരങ്ങളെ ജലക്ഷാമം ബാധിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം നിരീക്ഷിച്ചു. BC 2ാം സഹസ്രാബ്ദത്തിൽ നഗരങ്ങളിലെ അർദ്ധവരണ്ട പ്രദേശത്തെ ഇത് ബാധിച്ചു എന്നും ഈർപ്പവും ജലവും കയറുകയും കാർഷികോൽപാദനത്തെ അത് ബാധിക്കുകയും ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട്. പരിസ്ഥിതി അസന്തുലിതാവസ്ഥ ഈ പ്രദേശത്തെ വരൾച്ച വർദ്ധിപ്പിച്ചു എന്നും ഇത് ഹാരപ്പൻ നാഗരികതയുടെ തകർച്ചയ്ക്ക് കാരണമായി എന്നും ബാധിക്കുന്ന ആളുകളുണ്ട്. പരിസ്ഥിതി അസന്തുലിതാവസ്ഥയുമായി ബന്ധപ്പെട്ട തകർച്ചയുടെ കാരണം വിശദീകരിക്കാൻ ഫെയർ സർവീസിനെ പോലുള്ള പണ്ഡിതന്മാർ ശ്രമിച്ചു. അദ്ദേഹം ജനസംഖ്യ വിശകലനം ചെയ്യുകയും നഗരവാസികളുടെ ഭക്ഷണ ആവശ്യങ്ങൾ കണക്കാക്കുകയും ചെയ്തു. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ അർദ്ധവരണ്ട പ്രദേശങ്ങളുടെ പാരിസ്ഥിതിക അസന്തുലിതാവസ്ഥയ്ക്ക് കാരണമായി എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. പക്ഷേ അതായിരിക്കില്ല എന്ന് അതിനെ എതിർക്കുന്ന ആളുകളും ഉണ്ട്. അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും വരൾച്ചയൊക്കെ ഉണ്ടായിട്ട് ഉപജീവനത്തിൻ്റെ ശോഷണം ഹാരപ്പൻ നാഗരികതയുടെ തകർച്ചയ്ക്ക് കാരണമായിരിക്കാം എന്ന് മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു. പിന്നെ മെസപ്പൊട്ടോമിയയുമായുള്ള ലാപ്പിസ് ലസൂരി ബിസിനസ്സിലുണ്ടായ വ്യാപാരത്തിലുണ്ടായ ഇടിവാണ് തകർച്ചയ്ക്ക് കാരണമെന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ അതിനെ എതിർക്കുന്നുണ്ട്. കാരണം പുരാവസ്തു ശാസ്ത്രീയ തെളിവുകൾ, നാഗരികതയുടെ തകർച്ചയുടെ അതിനുള്ള തെളിവുകളൊന്നും ലഭ്യമായിട്ടില്ല. അതായത് മെസപ്പൊട്ടോമിയയിൽ നിന്നുള്ള വ്യാപാര തകർച്ചയുടെ നേരിട്ടുള്ള തെളിവുകളൊന്നും ലഭ്യമല്ലാത്തതുകൊണ്ട് അതും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു യഥാർത്ഥ വസ്തുതയായിട്ട് കണക്കാക്കാൻ കഴിയില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ഈ പറയപ്പെട്ട എല്ലാ കാരണങ്ങളും ഉണ്ട്. എന്നാൽ ഇന്നതാണ് കാരണം എന്ന് ഓരോന്നിനെ നമുക്ക് വ്യക്തമായിട്ട് എടുത്ത് പറയാനും കഴിയില്ല. അങ്ങനെ സംഗ്രഹിക്കുക നിങ്ങൾ ഒരു ക്രിട്ടിക്കായിട്ട് അല്ലെങ്കിൽ ഒരു വിമർശനാത്മകമായിട്ടാണ് എഴുതുന്നത് എങ്കിൽ. ഓക്കെ, അപ്പോൾ ഒരു ബ്ലോക്കിൽ ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും ഹിസ്റ്ററി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സമയമെടുത്ത് കേട്ട് പഠിക്കുക. ഓക്കെ, താങ്ക്സ്.